So let's start with the question. The major product formed in the following reaction is. Major product formed in the following reaction is. ഞാൻ പറഞ്ഞു ആദ്യ reagent നോക്കുക. Sodium methoxide ആണ് in methanol. Methanol solvent ആണ്. So they have given a nucleophile. They have given a nucleophile. അത് nucleophile ആവാം ബേസ് ആവാം. പക്ഷെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും അത് ന്യൂക്ലിയോഫൈൽ ആയിട്ടാണ് ആക്ട് ചെയ്യുക എന്നുള്ളത് അല്ലേ? സോ സിസ്റ്റം എന്ന് പറയുന്നത് ഹൈലി ഡീആക്ടിവേറ്റഡ് ആണ്. സോറി, ആക്ച്വലി ഡീആക്ടിവേറ്റഡ് ടുവേർഡ്സ് ഇലക്ട്രോഫൈലും ആക്ടിവേറ്റഡ് ടുവേർഡ്സ് ന്യൂക്ലിയോഫൈലും ആണ്. ഞാൻ പറഞ്ഞിരുന്നില്ലേ പിരിഡീന്റെ ഒരു റിയാക്ഷൻ നമ്മൾ ചെയ്തിരുന്നു ഇല്ലേ? പിരിഡീനിൽ നിന്ന് ക്ലോറിനെ റിമൂവ് ചെയ്യാൻ വളരെ ഈസിയാണ് ഒരു ന്യൂക്ലിയോഫൈൽ വെച്ചിട്ട് അല്ലേ? അപ്പോൾ അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. സോ ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ അരോമാറ്റിക് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. അരോമാറ്റിക് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. അപ്പോ രണ്ട് ക്ലോറിൻ ഉണ്ട്. അപ്പൊ ഏത് ക്ലോറിൻ ആയിരിക്കും പെട്ടെന്ന് പോവാന്നുള്ളത് നോക്കുക. സോ ദിസ് വിൽ ബി ന്യൂക്ലിയോഫൈല്. ആ ക്ലോറിൻ അറ്റാച്ച് ചെയ്തിട്ടുള്ള കാർബൺ ആണ് കൂടുതൽ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ ന്യൂക്ലിയോഫൈല് വന്ന് അറ്റാക്ക് ചെയ്യുന്നത് ആ കാർബണെ ആയിരിക്കും. സോ ദിസ് മൈനസ് ചാർജ് വിൽ അറ്റാക്ക് ദിസ് കാർബൺ. അപ്പൊ ആ ക്ലോറിൻ ആയിരിക്കും പോകുന്നത്. സോ ആൻസർ ഈസ് ഓപ്ഷൻ സി. ഡി ഓപ്ഷൻ അവിടെ ഉണ്ടാവുന്നില്ല അല്ലെ? ഓക്കെ, ഡി ഓപ്ഷൻ സി ആണ് ഉത്തരം കേട്ടോ. മോർ ഇലക്ട്രോൺ ഏത് അറ്റാക്ക് ചെയ്യണത് എവിടെയാണോ? ഇത് ശരിക്കും SNAR ആണ്, ബെൻസൈൻ അല്ല. ദിസ് ഈസ് SNAR. നമ്മൾ പിരിഡീന്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതാണ് ഡി ഓപ്ഷൻ. സോ ദിസ് ഈസ് ദ ഡി ഓപ്ഷൻ. ഓക്കെ, സോ ദിസ് ഈസ് ഡി. ഓക്കെ ആണോ? സി SNAR റിയാക്ഷൻ കേട്ടോ. ഓക്കെ അല്ലേ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മളിപ്പോ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇതില് രണ്ടും ചോദിക്കണം എന്നൊന്നുമില്ല കേട്ടോ, റിയേജൻസുകൾ ഏതെങ്കിലും ഒന്ന്. അപ്പൊ നമ്മളത് അതുകൊണ്ടാണ് ഞാൻ എടുത്ത് ചെയ്യുന്നത്. അപ്പൊ ഇതില് റിയാക്ഷൻ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് C6H5 C ഡബിൾ ബോണ്ട് O CH2 CH2 C ട്രിപ്പിൾ ബോണ്ട് CH ആണ്. ഇതിലേക്ക് മെർക്കുറിക് അസറ്റേറ്റ് സൾഫ്യൂരിക് ആസിഡ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. HgOAc twice and H2SO4 ആണ് ഈ റിയേജൻ കോമ്പിനേഷൻ ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഈ ഒരു റിയേജൻ കോമ്പിനേഷൻ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് എഴുതാം മാർക്കോണിക്കോഫ്സ് അഡീഷൻ ഓഫ് വാട്ടർ. മാർക്കോണിക്കോഫ്സ് അഡീഷൻ ഓഫ് വാട്ടർ. അപ്പൊ എവിടെ അഡീഷൻ നടക്കുന്നത്? ഡബിൾ ബോണ്ടിലോ ട്രിപ്പിൾ ബോണ്ടിലോ? ഇത് ട്രിപ്പിൾ ബോണ്ടിലാണ്. അപ്പൊ CH2 C ഡബിൾ ബോണ്ട് CH. ഇവിടെ എന്ത് വരും? OH. ഇവിടെ എന്ത് വരും? H. ഓക്കെ,
ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, അഡീഷൻ. ഇനി ഇതിന്റെ സ്റ്റീരിയോ കെമിസ്ട്രി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആന്റി അഡീഷൻ ആയിരിക്കും. എന്ത് അഡീഷൻ ആയിരിക്കും? ആന്റി. അപ്പൊ അതിന്റെ ആവശ്യം ഇവിടെ വരുന്നില്ല, ട്രാൻസ് അഡീഷൻ ആയിരിക്കും കേട്ടോ. ഓക്കെ, എങ്ങാനും സ്റ്റീരിയോ കെമിസ്ട്രി വരുന്നുണ്ടെങ്കിൽ, കാരണം ആദ്യം നടക്കുന്നത് മെർക്കുറി ആണ് വരുന്നത്. അപ്പൊ മെർക്കുറി വരുമ്പോൾ ഓട്ടോമാറ്റിക് നിങ്ങൾ ആലോചിച്ച് നോക്കി എന്താ സംഭവിക്കുക? HG അല്ലേ? അപ്പോ HgOAc ട്വൈസ് ആണ്. അപ്പൊ ഡബിൾ ബോണ്ട് വന്നിട്ട് ഇതിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഒരു എന്താ കിട്ടുന്ന ഒരു ത്രീ മെമ്പേർഡ് റിംഗ് ആണ് കിട്ടുക. ഇങ്ങനെ ഒരു 3 മെമ്പേർഡ് റിംഗ് ആണ് കിട്ടുക. അപ്പൊ നെക്സ്റ്റ് ന്യൂക്ലിയോഫൈൽ വന്നിട്ട് ഈ റിങ്ങിനെ ഓപ്പൺ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ അത് നമ്മൾ എപ്പോക്സൈഡിൽ പഠിച്ച പോലെ അത് ട്രാൻസ് ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആന്റി അഡീഷൻ ആയിരിക്കും എന്നുള്ളത്. മനസ്സിലായോ? എച്ചിന്റെയും OHും കിടക്കുന്നത് ആന്റി അഡീഷൻ ആയിരിക്കും. ആ സമയം നമ്മൾ ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷനിലെ Hഉം OHും ആന്റി മാർക്കോണിക്കോവ് അഡീഷൻ ഓഫ് വാട്ടർ ആണ്. അത് സിൻ അഡീഷൻ ആയിരിക്കും. നമ്മൾ ചെയ്തിരുന്നു അത് കഴിഞ്ഞ ക്ലാസ്സിലെ. സിൻ അഡീഷൻ ആയിരിക്കും. പക്ഷെ ഇവിടെ ആന്റി അഡീഷൻ ആണ്, മാർക്കോണിക്കോവ്സ് ആണ്. അപ്പോ ഇത് ടോട്ടമറൈസ് ചെയ്ത് കഴിയുമ്പോൾ എന്താ കിട്ടുന്നത്? C6H5CO. ഈ ഫസ്റ്റത്തെ സ്റ്റെപ്പ് മാത്രം ചോദിക്കാൻ എടുത്തിട്ട് പരീക്ഷയ്ക്ക് കേട്ടോ. C ഡബിൾ ബോണ്ടോ CH3. ക്ലിയർ ആണോ? അപ്പൊ ഓക്സിമെർക്യൂറേഷൻ ഡിമെർക്യൂറേഷൻ എന്ന് പറയുന്ന റിയാക്ഷൻ എന്തായിരിക്കും? മാർക്കോണിക്കോവ് അഡീഷൻ ഓഫ് വാട്ടർ കേട്ടോ. ഓക്സിമെർക്യൂറേഷൻ ഡിമെർക്യൂറേഷൻ, മാർക്കോണിക്കോവ് അഡീഷൻ ഓഫ് വാട്ടർ. ഇനി എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ ഇനി ഓപ്ഷൻസിലേക്ക് നോക്കുക. ഇനി അവർ രണ്ടാമത്തെ റിയേജന്റ് തന്നിരിക്കുന്നത് എന്താണ്? C6H5CH2NH2. ഒരു ആലിഫാറ്റിക് അമീനാണ് അവർ നമുക്ക് തന്നിരിക്കുന്നത്. ഈ ആലിഫാറ്റിക് അമീൻ അവർ നമുക്ക് തന്നിട്ട് അവർ കുറച്ച് പ്രൊഡക്റ്റുകളൊക്കെ അവർ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോ ആദ്യത്തെ പ്രൊഡക്റ്റ് എന്താണ്? ഷിഫ്റ്റ്സ് ബേസ് ആണ് അല്ലേ? രണ്ടാമത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്തോ തന്നിട്ടുണ്ട്, ഇങ്ങനെ വരാതെ പോലും നമുക്കറിയില്ല. മൂന്നാമത്തെ പ്രൊഡക്റ്റ് ഒരു സൈക്ലിക് പ്രൊഡക്റ്റ്, നാലാമത്തെ പ്രൊഡക്റ്റ് ഒരു സൈക്ലിക് പ്രൊഡക്റ്റ് ആണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓർഗാനിക് കെമിസ്ട്രിയിലെ ഓപ്ഷൻസിന്റെ അകത്ത് സൈക്ലിക് പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. അത് വരുമെന്ന് നോക്കണം കേട്ടോ. ഞാനതൊരു ക്ലൂ പറയണതാണ് നമുക്കൊരു ഓപ്ഷനിലോട്ട് എത്താൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ആ ഒരു ബ്രെയിൻ ഒന്ന് അങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതില് എൻ്റെ ഒരു കാഴ്ചപ്പാട് അനുസരിച്ചിട്ട് ഒന്നെങ്കിൽ C ആയിരിക്കും അല്ലെങ്കിൽ D ആയിരിക്കും. ഇനി കൂടുതൽ സാധ്യത ഡിക്ക് ആണ്. ആർക്കെങ്കിലും പറയാൻ പറ്റും എന്തുകൊണ്ടാണ് ഡിക്ക് കൂടുതൽ സാധ്യത ഉള്ളത്? എനിക്ക് തോന്നുന്നത് അതങ്ങനെയാണ് വരുന്നത്. അത് കാരണം ഡി എന്താണ്? അരോമാറ്റിക് ആണ് അല്ലേ? കൂടുതൽ സാധ്യത ഡിക്ക് ആണ്. ഡി വരാനാണ് കൂടുതൽ സാധ്യതയുള്ളത്. അപ്പൊ ആ രീതിയിൽ അത് എന്തായിരിക്കും ഇവിടെ നടക്കുന്നുണ്ടായിരിക്കും. അപ്പൊ ആദ്യത്തെ പ്രൊഡക്റ്റ് ചിലപ്പോൾ സൈഡ് പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവും കേട്ടോ, വരുന്നില്ല എന്നല്ല. അത് പക്ഷെ മേജർ പ്രൊഡക്റ്റ് എന്ന് അവർ പറഞ്ഞത് കൊണ്ട് നമുക്ക് ഡി തന്നെ എടുക്കേണ്ടി വരും അതിൻ്റെ അകത്ത്. കാരണം നമ്മൾ പഠിച്ചിട്ടുള്ള റിയാക്ഷൻ ഉണ്ട്, RC ഡബിൾ ബോണ്ടോ R. ഇതിലേക്ക് നമ്മളൊരു അമോണിയ ഡെറിവേറ്റീവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പഠിക്കുന്ന ഒരു റിയാക്ഷൻ ആണ് പ്ലസ് ടുവിലൊക്കെ. വാട്ടർ മോളിക്യൂൾ അവിടെ നിന്ന് പോയിട്ട് നമുക്ക് അവിടെ എന്ത് കിട്ടും? ഷിഫ്റ്റ്സ് ബേസ് കിട്ടും എന്നുള്ളത്. അതാണ് അവർ ആദ്യത്തെ ഓപ്ഷനിൽ നമുക്ക് തന്നിരിക്കുന്നത്. ഫസ്റ്റ് ഓപ്ഷനിൽ അവർ നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ? ഫസ്റ്റ് ഓപ്ഷൻ. ഓക്കെ, അപ്പൊ എന്താ ഇവിടെ സംഭവിക്കുന്നുണ്ടായിരിക്കുക? ഇവിടെ ഇത് പക്ഷേ അതിനേക്കാളും സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് അവിടെ വരുന്നത് കൊണ്ട് നമ്മൾ അത് എടുക്കണില്ല എന്നുള്ളൂ. അപ്പൊ എന്തായാലും സംഭവിക്കുന്നുണ്ടായിരിക്കുക C6H5 C ഡബിൾ ബോണ്ട് O CH2 C ഡബിൾ ബോണ്ട് O CH3. ഞാൻ ഇവിടെ C ഡബിൾ ബോണ്ട് ഓനെ ഇപ്പുറത്തേക്ക് ഇടാം. C ഡബിൾ ബോണ്ട് O CH3. ഇതിലേക്ക് NH2 then CH2 PH എന്ന് പറയുന്ന റിയേജന്റ്. അപ്പൊ NH2 പോയിട്ട് ന്യൂക്ലിയോഫിലിക് അറ്റാക്ക് നടക്കും. ഈ ബോണ്ട് ഓപ്പൺ ചെയ്യും. ആ ബോണ്ട് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവിടെ കിട്ടുന്നത് C6H5 C ഡബിൾ ബോണ്ട് O CH2 COH CH3 NH2. ഒരു കാർബണിൽ തന്നെ
OH-ഉം NH2 വന്നു കഴിയുമ്പോൾ അൺസ്റ്റേബിൾ ആണ് ഹെറ്ററോ ആറ്റംസ് വരുമ്പോൾ. അപ്പൊ അതിന് വാട്ടർ മോളിക്യൂള് ഇവിടെ നിന്ന് പോയി കഴിയുമ്പോൾ C6H5 C ഡബിൾ ബോണ്ട് O CH2 CH2 C N ഡബിൾ ബോണ്ട് NH ആൻഡ് CH3 ഇങ്ങനെ കിട്ടും. ഇങ്ങനെ കിട്ടി കഴിയുമ്പോൾ ഇനി നെക്സ്റ്റ് അറ്റാക്ക് ചെയ്യണില്ല NH CH2 PH. ഞാനിതിനെ BN എഴുതട്ടെ, ബെൻസൈലെ BN. ഞാനിവിടെ എഴുതാൻ വിട്ടുപോയതാ BN. ഓക്കെ, ലൈക്ക് ദിസ്. ഇനി എന്തായിരിക്കും സംഭവിക്കുന്നുണ്ടായിരിക്കുക? ഇവൻ വന്നിട്ട് ഇവൻ അറ്റാക്ക് ചെയ്യുന്നുണ്ടാവും, ഈ ബോണ്ട് ഓപ്പൺ ചെയ്ത് അങ്ങനെ സൈക്ലൈസ്. അപ്പൊ നിങ്ങൾ നോക്കിയ റിങ് നോക്കിയേ, 1 2 3 4 5 കണ്ടോ, 5 മെമ്പർ റിങ്. അങ്ങനെ വാട്ടറിൽ ഇതിലെ സെയിം സ്റ്റെപ്പ് റിയാക്ഷൻ നടന്ന് യു വിൽ ഗെറ്റ് ഓപ്ഷൻ ഡി. ഇത് ചിലപ്പോൾ ടോട്ടമറൈസ് ചെയ്തിട്ടായിരിക്കും റിയാക്ഷൻ നടക്കുന്നുണ്ടായിരിക്കുക കേട്ടോ. ഇത് ഇമൈനാണ്, ഇമൈൻ ചിലപ്പോൾ അമീൻ ആവുന്നുണ്ടാവും, എന്നിട്ടായിരിക്കും റിയാക്ഷൻ നടക്കുന്നുണ്ടായിരിക്കുക. എന്തെങ്കിലും ആവട്ടെ, ഇങ്ങനെയാണ് അതിന്റെ റിയാക്ഷൻ പോകുന്നത്. സോ യു വിൽ ഗെറ്റ് ഓപ്ഷൻ ഡി കേട്ടോ. അടുത്ത ചോദ്യം, ഇനിയുള്ള കുറച്ച് ദിവസങ്ങളിൽ ഫിസിക്കലി ഓർഗാനിക്കിന്റെ ഡിസ്കഷൻസ് ആയിരിക്കും കേട്ടോ. ഇടയിൽ ഓർഗാനിക് തന്നെ ഉണ്ടാവും, അപ്ഡേറ്റ് ചെയ്യും സാർ. അടുത്ത ചോദ്യം നോക്കിയത്, മേജർ പ്രൊഡക്റ്റ് ഫോംഡ് ഇൻ ദ ഫോളോയിങ് റിയാക്ഷൻ ഈസ്. മേജർ പ്രൊഡക്റ്റ് ഫോംഡ് ഇൻ ദ ഫോളോയിങ് റിയാക്ഷൻ ഈസ്. Major product formed in the following reaction is H2O2 NaOH. ഓരോ റിയേജന്റിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കുക. ആൽക്കലൈൻ ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ് റിയേജന്റ്. അവർ നമുക്ക് തന്നിരിക്കുന്നത് ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് കീറ്റോൺ ആണ്. അപ്പൊ എന്തായിരിക്കും ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് കീറ്റോണിൽ ആൽക്കലൈൻ ഹൈഡ്രജൻ പെറോക്സൈഡ് ചെയ്യുന്നത്? എപ്പോക്സിഡേഷൻ ആണ്. എന്താ ചെയ്യുന്നത്? എപ്പോക്സിഡേഷൻ. അപ്പൊ ഒരു ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് കീറ്റോണിനെ എപ്പോക്സൈഡ് ആക്കി മാറ്റാൻ വളരെ ഈസി ആയിട്ട് ആർക്ക് പറ്റും? ആൽക്കലൈൻ ഹൈഡ്രജൻ പെറോക്സൈഡിന് പറ്റും. അതാണ് ഇതിന്റെ പർപ്പസ്. എപ്പോക്സിഡേഷൻ ഓഫ് C ഡബിൾ ബോണ്ട് C ഇൻ C ഡബിൾ ബോണ്ട് C ഡബിൾ ബോണ്ട് O. അപ്പോ C ഡബിൾ ബോണ്ട് Cനെ എപ്പോക്സൈഡ് ആക്കാനായിട്ട് പെറാസൈഡ് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഈ റിയാക്ഷൻ നടക്കാനായിട്ട്. അപ്പൊ ഏറ്റവും ബെറ്റർ റിയേജന്റ് ഏതാണ്? ആൽക്കലൈൻ ഹൈഡ്രജൻ പെറോക്സൈഡ്. ഓക്കെ ആണോ? ഫസ്റ്റത്തെ, ആദ്യത്തെ. രണ്ടാമത് അവരെന്താ ആഡ് ചെയ്തിരിക്കുന്നത്? TSNH ഞാൻ ഇപ്പൊ പറഞ്ഞ റിയാക്ഷൻ ആണ്. അതായത് ഒരു കാർബോണിൽ ഗ്രൂപ്പിലെ ഒരു അമീൻ, ഒരു കാർബോണിൽ ഗ്രൂപ്പില് ഒരു അമീൻ വന്നിട്ടുണ്ടെങ്കിൽ അവിടുന്ന് വാട്ടർ മോളിക്യൂള് പോയി, ഇതന്നെ സെയിം റിയാക്ഷൻ. ഇവിടുന്ന് വാട്ടർ മോളിക്യൂള് പോവും. വാട്ടർ മോളിക്യൂള് പോയി കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് കിട്ടും? ഷിഫ്റ്റ് ബേസ് കിട്ടും. സോ ഇവൻ അങ്ങനെയുണ്ട്. ഇവിടെ എന്ത് കിട്ടും? ഡബിൾ ബോണ്ട് NNHTS. ഓക്കെ ആണോ? നോക്ക്, അതിനുശേഷം എന്താ സംഭവിച്ചിരിക്കുന്ന? പൊട്ടാസ്യം ടെറിഷ്യറി ബ്യൂട്ടോക്സൈഡ് ആഡ് ചെയ്തിരിക്കുകയാണ്. പൊട്ടാസ്യം ടെറിഷ്യറി ബ്യൂട്ടോക്സൈഡ് എന്ന് പറഞ്ഞൊരു ബേസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് അവിടെ ഒരു പ്രോട്ടോണെ കാണാം. അപ്പൊ ബേസ് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ പ്രോട്ടോണിനെ അബ്സ്ട്രാക്ട് ചെയ്യും.
പ്രോട്ടോൺ അബ്സ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവിടെ കിട്ടുന്നത് ഡബിൾ ബോണ്ട് എൻ എൻ മൈനസ് ടി എസ്. നെഗറ്റീവ് ചാർജ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, ഈ ബോണ്ട് ബ്രേക്ക് ആവും. സോ മെക്കാനിസം പോകുന്നത് നോക്കിയോളൂ, ദോ മൈനസ് ആവും, ദെൻ ഡബിൾ ബോണ്ട് വരും, ഇവിടെ എൻ ഡബിൾ ബോണ്ട് എൻ ടി എസ്. എപ്പോഴും ശ്രദ്ധിക്കുക, ഒരു ഓർഗാനിക് മെക്കാനിസത്തിൽ എൻ ഡബിൾ ബോണ്ട് എൻ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് N2 ആയിട്ട് പോയിട്ടുണ്ടാവും. നിങ്ങൾ ശ്രദ്ധിച്ചോ? അത് പോവും. അതേപോലെ ഈ O മൈനസ് ഒരിക്കലും ഇങ്ങനെ നിൽക്കില്ല, അത് അൺസ്റ്റേബിൾ ആണ്. അപ്പൊ എന്ത് സംഭവിക്കും? തിരിച്ച് കാർബണിലാവാൻ നോക്കും. അപ്പൊ ഈ കാർബണിന്റെ വാലൻസി 5 ആവും. അപ്പൊ എന്ത് സംഭവിക്കും? ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യും, ഇങ്ങോട്ട് ഷിഫ്റ്റ് ആവും ഇലക്ട്രോൺ. അപ്പോ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യും, ദെൻ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്ത് ടി എസ് പോകും. അപ്പൊ നമുക്ക് എന്താ കിട്ടണേ? സോ യു ആർ ഗെറ്റിംഗ് നടുവിലത്തെ ബോണ്ട് ബ്രേക്ക് ആയിട്ടപ്പോ സോ ഇവിടെ ഡബിൾ ബോണ്ട് ഓ വരും, ഇവിടെ ട്രിപ്പിൾ ബോണ്ട് വരും അല്ലേ? ഓക്കെ, സോ ദിസ് ഈസ് ദ ആൻസർ. ഓക്കെ ആണോ? നോക്കിയേ, ഇനി അവരെന്താ കൊടുത്തിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ H2 പലേഡിയം, വെരി 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റിയേജന്റ് ആണ്. H2 പലേഡിയം കാൽഷ്യം കാർബണേറ്റ് ക്വിനോലിൻ. ദിസ് ഈസ് കോൾഡ് ലിൻലാർ കാറ്റലിസ്റ്റ്. ദിസ് ഈസ് കോൾഡ് ലിൻലാർ കാറ്റലിസ്റ്റ്. ലിൻലാർ കാറ്റലിസ്റ്റ് ആണ്. അപ്പോൾ ലിൻലാർ കാറ്റലിസ്റ്റ് ഒറ്റ പർപ്പസേ ഉള്ളൂ. ലിൻലാർ കാറ്റലിസ്റ്റ് സി ട്രിപ്പിൾ ബോണ്ട് സീനെ അവൻ എന്താക്കി മാറ്റും? ആൽക്കീനെ സിസ് ആൽക്കീൻ ആക്കി മാറ്റും. വേറെ ഒന്നും ചെയ്യില്ല. ആൽക്കീൻ ടു സിസ് ആൽക്കീൻ, ആൽക്കൈൻ ടു സിസ് ആൽക്കീൻ. അപ്പൊ ഇതാണ് നമ്മുടെ ആൽക്കൈൻ, ഇതാണ് ആൽക്കൈൻ. ഈ ആൽക്കൈൻ സിസ് ആൽക്കീൻ. അപ്പൊ സിസ് പിടിച്ച് എഴുതുക. സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി. ആൻസർ എന്താ? ഓപ്ഷൻ ബി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് ഒരു റിയേജന്റ് മാത്രം നമ്മളെ ഹെൽപ്പ് ചെയ്താൽ മതി ഈ ക്വസ്റ്റ്യന്റെ ആൻസർ കണ്ടുപിടിക്കാൻ. ഒറ്റ റിയേജന്റ്. അത് ഏത് റിയേജന്റാ? ലിൻലാർ കാറ്റലിസ്റ്റ്. ലിൻലാർ അവസാനത്തെ 4ാമത്തെ റിയേജന്റ് ലിൻലാർ കാറ്റലിസ്റ്റ് ആണെന്ന് അറിയുന്ന ഒരു കുട്ടിക്ക് എന്തായാലും ഉത്തരത്തിൽ സിസ് ആൽക്കീൻ ഉണ്ടായിരിക്കണം. സിസ് ആൽക്കീൻ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പൊ ഇത് ട്രാൻസ് ആണ്, അപ്പൊ നമുക്ക് ഇത് കട്ട് ചെയ്യാം. ഇത് സിസ് ആണ്, ചാൻസ് ഉണ്ട്. ഇവിടെ ട്രാൻസ് ആണ്, കട്ട് ചെയ്യാം. ഇവിടെ ആൽക്കൈനെ അങ്ങനെ ഒരു സാധനമേ ഇല്ല. കണ്ടോ? മനസ്സിലായോ? ബിഗ് ക്ലൂ ഈ സാധനം. ഇതൊന്നും എഴുതണ്ടെന്ന് ശരിക്കും പറഞ്ഞ, ഇതൊന്നും എഴുതണ്ട. നമ്മുടെ ഉദ്ദേശം, നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ആൻസറിലോട്ട് വരിക എന്നുള്ളതാണ്. മാർഗം എന്തായിക്കോട്ടെ. ഓക്കെ അല്ലേ? പഠിച്ചില്ലേ അത്? ലിൻലാർ കാറ്റലിസ്റ്റ്. അടുത്ത ചോദ്യം. Major product formed in the following reaction sequences. Major product formed in the following reaction sequences. Major product formed in the following reaction sequences. Okay. So ആദ്യത്തെ റിയാക്ഷൻ എന്താ? BH3H2O2 NaOH. അതിനർത്ഥം എന്താ? വിത്ത് ആൽക്കീൻ എന്തായിരിക്കും? ആന്റി മാർക്കോണിക്കോവ്സ് അഡീഷൻ ഓഫ് വാട്ടർ. ശരിയല്ലേ? എന്ത് അഡീഷൻ ആണ്? സിൻ അഡീഷൻ. എങ്ങനെ ആഡ് ചെയ്യുക? ഫ്രം സ്റ്റെറിക്കലി ഫ്രീ സൈഡ്. ഓക്കെ ആണോ? അല്ലേ? നിങ്ങൾ അല്ല, അങ്ങനെയല്ലേ വരാ ഹൈഡ്രോപോറേഷൻ. സിൻ ആയിരിക്കും
ആദ്യം ഇത് ഡീറ്റെയിൽ മെക്കാനിസം പറയണ്ടല്ലോ. ആദ്യം ഹൈഡ്രോബോറേഷൻ നടക്കും, പിന്നെ ഓക്സിഡേഷൻ നടക്കും. റിസൾട്ടന്റ് എന്താ? ആന്റി മാർക്കോണിക്കോവ്സ് അഡീഷൻ ഓഫ് വാട്ടർ ആണ്, സിൻ അഡീഷൻ ആണ്, അഡീഷൻ ഫ്രം സ്റ്റെറിക്കലി ഫ്രീ സൈഡ്. ഇത്രയും ഓക്കെ ആണോ? അപ്പൊ എന്തായിരിക്കും സംഭവിക്കുക? നിങ്ങൾ നോക്കിയേ, ഇതാണ് നമ്മുടെ ആൽക്കീൻ. ഈ ആൽക്കീനില് ദേ ഇങ്ങനെയാണ് നിൽക്കുന്നത്, ഡബിൾ ബോണ്ട് ആൻഡ് ദിസ് വൺ. അപ്പോ നിങ്ങളൊന്ന് നോക്കിയേ, ഈ ഒരു സിസ്റ്റത്തില് കണ്ടോ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ടോപ്പ് ഫേസ്, അതായത് മറ്റേ രീതിയിൽ വരയ്ക്കുകയാണെങ്കിൽ എന്താ പറയാ, ബ്രിഡ്ജ് ഹെഡ്, അതായത് എക്സോ സൈഡ് ക്രൗഡഡ് ആണ് ശരിക്കും പറഞ്ഞ, എക്സോ ആണ് ശരിക്ക്. അല്ലെങ്കിൽ ഈ ഡാർക്കൻ ചെയ്ത് ടോപ്പ് ഫേസ് ക്രൗഡഡ് ആണ്. നമുക്ക് എങ്ങനെ വേണമെങ്കിൽ എടുക്കാം, ടോപ്പ് ഫേസ് ക്രൗഡഡ് ആണ്. ആക്ച്വലി അവിടെ രണ്ട് മീഥൈൽ ഗ്രൂപ്പിനും കാണാം നമുക്ക്. പിന്നെ അത് മാത്രമല്ല, അവർ ആ സ്റ്റീരിയോ കെമിസ്ട്രി അവിടെ വ്യക്തമായിട്ട് അവർ കാണിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എച്ചും അതേപോലെ തന്നെ ഒ എച്ചും ആന്റി മാർക്കോണിക്കോവ്സ് അഡീഷൻ ആണ് വരുന്നത്. ഏത് ഫേസ് കൂടെ ആയിരിക്കും? ത്രൂ ബോട്ടം ഫേസ് കൂടെ ആയിരിക്കും ഇവര് വരുന്നത്, ത്രൂ ബോട്ടം ഫേസ്. ഓക്കെ ആണോ? അപ്പൊ നമുക്ക് എന്താ കിട്ടുന്നത് നോക്കിയേ, അവിടെ കിട്ടുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ദേ ഒ എച്ച് ഇവിടെ വരും, ഒ എച്ച് എച്ച്. ഇനി അവിടെ ഏത് ഗ്രൂപ്പ് ഉള്ളത്? CH3 അല്ലേ? CH3. ഇതാണ് നമുക്ക് ഫസ്റ്റത്തേൽ കിട്ടുക. ഓക്കെ ആണോ? ഇനി എന്താ സംഭവിക്കണേ? PPH3 ഡെഡ് 4 നൈട്രോ ബെൻസോയിക് ആസിഡ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ഇയാളെ, അല്ലേ? മിറ്റ്സ്നൂബ് റിയാക്ഷൻ ഞാൻ പറഞ്ഞിരുന്നില്ലേ? മിറ്റ്സ്നൂബ് ഡെഡ് ആണ് നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ആള്. അപ്പോ അതിന്റെ പ്രത്യേകത എന്താ? സെക്കൻഡറി ആൽക്കഹോളിലോട്ട് ഒരു ന്യൂക്ലിയോഫൈൽ വരും. സെക്കൻഡറി ആൽക്കഹോൾ ആണ്, അപ്പൊ അവിടേക്ക് ഒരു ന്യൂക്ലിയോഫൈൽ വരും. ന്യൂക്ലിയോഫൈൽ ഏതാ? 4 നൈട്രോ ബെൻസോയിക് ആസിഡ് ആണ്. അപ്പൊ അതിന്റെ സ്ട്രക്ചർ ഒന്ന് ഞാൻ അവിടെ വരയ്ക്കാം. 4 നൈട്രോ ബെൻസോയിക് ആസിഡ്, അതായത് ബെൻസോയിക് ആസിഡ് നൈട്രോ ഗ്രൂപ്പ്. ഓക്കെ, അപ്പൊ എന്ത് സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് നേരെ തിരിയും സ്റ്റീരിയോ കെമിസ്ട്രി. അതാണ് മിറ്റ്സ്നൂബിന്റെ പ്രത്യേകത. അപ്പൊ ഇത് ടോപ്പ് ഫേസിൽ വരും, ദെൻ O C ഡബിൾ ബോണ്ട് O, ദെൻ C6H4NO2. ഇതാണ് കിട്ടുക ആഫ്റ്റർ മിറ്റ്സ്നൂബ് റിയാക്ഷൻ. ഓക്കെ ആണോ? സെക്കൻഡ് വൺ ഈസ് മിറ്റ്സ്നൂബ് റിയാക്ഷൻ. സിമ്പിൾ അല്ലേ? ഓ എച്ചിന്റെ ഓപ്പോസിറ്റ് ഫേസിൽ നിങ്ങൾ ആ ന്യൂക്ലിയോഫൈലിനെ കൊണ്ടുവന്ന് ഇടുക. ന്യൂക്ലിയോഫൈലാണ് 4 നൈട്രോ ബെൻസോയിക് ആസിഡ്. ലാസ്റ്റ് സ്റ്റെപ്പ് ബേസിക് ഹൈഡ്രോളിസിസ് ആണ്. ബേസിക് ഹൈഡ്രോളിസിസ് നടക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഇവിടെ പൊട്ടും. നോർമലി ഇവിടെയാണ് ബ്രേക്ക് ചെയ്യുക, ഹൈഡ്രോളിസിസ് അല്ല. അപ്പൊ ഇവിടെ എച്ച് വരും, ഇവിടെ OH വരും, അല്ലേ? ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ എ. ലാസ്റ്റ് സ്റ്റെപ്പ് സാപ്പോണിഫിക്കേഷൻ എന്നൊക്കെ പറയും. സാപ്പോണിഫിക്കേഷൻ. സോഡിയം ഹൈഡ്രോക്സൈഡ് അല്ലാന്നുള്ളൂ, ബേസിക് ഹൈഡ്രോളിസിസ്. അത്രേ ഉള്ളൂ, ബേസിക് ഹൈഡ്രോളിസിസ്. ഓക്കെ ആണോ? റിയാക്ഷൻ. Okay, next question.
Major product formed in the following reaction sequence. Major product formed in the following reaction sequence. നമ്മൾ ഈ റിയേജന്റും കണ്ടതാണ്. Okay, this is the question. എന്താണ് NBU3SNH ചെയ്യുന്നത്? RXനെ ബ്രേക്ക് ചെയ്തിട്ട് R ഡോട്ട് ആക്കും, R ഡോട്ടിലേക്ക് H കൊടുത്തിട്ട് RH ആക്കും. ഇതാണ് മെയിൻ പർപ്പസ് അല്ലേ? അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുക, എന്താ ആദ്യം തന്നെ നിങ്ങൾ നോക്കുക ഓപ്ഷൻസിൽ എന്താ സംഭവിച്ചിരിക്കണേ എന്നുള്ളത്. ഓപ്ഷൻസിൽ സംഭവിച്ചിരിക്കുന്നത് ദേ ഈ ബ്രോമിൻ ഇവിടെ ഒരു ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ട്, ഈ ത്രീ മെമ്പേർഡ് റിംഗ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. കാരണം 3 മെമ്പേർഡ് റിംഗ് എന്ന് പറയുന്നത് ഹൈലി സ്ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു റിംഗ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ തൊട്ടടുത്തൊരു ഇന്റർമീഡിയറ്റ് വരുമ്പോൾ ആ റിംഗ് ബ്രേക്ക് ചെയ്യാനായിട്ട് നോക്കും അല്ലെ, സിസ്റ്റത്തിന്റെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട്. ഇനി നമുക്ക് നോക്കാം എന്താണ് ഇവിടെ സംഭവിക്കണേ എന്നുള്ളത്. സോ നോക്കട്ടോ, ഇതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി. അവര് ഇതാണ് ആദ്യം കിട്ടുന്നത് ഓ. ഓക്സിജൻ ഇവിടെ ഏത് ഫേസിലാ? ബോട്ടം ഫേസില് അവർ തന്നിരിക്കുന്നത് ഡബിൾ ബോണ്ട്, ദെൻ റിങ്, ദെൻ ഹൈഡ്രജൻ സിസ്സില് തന്നെ വരണം. ഇത് COET, ഇവിടെ ബ്രോമിൻ. അപ്പൊ ആദ്യം ഇവിടെ റാഡിക്കൽ വരും. ഇതൊക്കെയാണോ? പൊട്ടും. ഇയാള് റാഡിക്കൽ വരും. ഇനി എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് ഈ റാഡിക്കലും അറ്റാക്ക് ചെയ്യും, ഡബിൾ ബോണ്ടിനെ അറ്റാക്ക് ചെയ്യും. ഇങ്ങനെ അറ്റാക്ക് ചെയ്യും. അറ്റാക്ക് ചെയ്തതിനു ശേഷം റാഡിക്കൽ ഇങ്ങോട്ട് വരും. ഇതൊക്കെയാണോ? യെസ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ഹൈഡ്രജൻ, ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്. ഈ ഹൈഡ്രജന്റെ സ്റ്റീരിയോ കെമിസ്ട്രി ടോപ്പ് ഫേസിലായിരിക്കും. ഇതൊക്കെയാണോ? അതിന് കാരണം എന്താ? ഇത് ബോട്ടം ഫേസിലാണ്. കാരണം എന്താ? ഇത് ബോട്ടം ഫേസിലാണ്. എന്ത് റിയാക്ഷൻ ആണ്? സൈക്ലൈസേഷൻ ആണ്. ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ അല്ലേ? ഞാൻ വേണമെങ്കിൽ അത് നമുക്കിങ്ങനെ കാണിക്കാം, പക്ഷെ അത് ഇങ്ങനെ കാണിക്കാം, പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇനി എന്ത് സംഭവിക്കും അറിയോ? ഈ റാഡിക്കൽ പൊട്ടും, ആ റാഡിക്കൽ ബ്രേക്ക് ചെയ്യും. ഓക്കെ, ആ റാഡിക്കൽ ബ്രേക്ക് ചെയ്യും. ആ റാഡിക്കൽ ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോൾ നോക്കിയേ, ഇത് ബ്രേക്ക് ചെയ്തു. അപ്പോ ഇവര് ഡബിൾ ബോണ്ട് വന്നു അല്ലേ? അപ്പൊ ഈ ഹൈഡ്രജൻ ഇനി നമുക്ക് ടോപ്പിൽ എഴുതേണ്ട കാര്യമില്ല, റാഡിക്കൽ ഇങ്ങോട്ട് വന്നു അല്ലേ? ഇങ്ങനെയല്ലേ വരാം? നോക്കട്ടോ, കഴിഞ്ഞില്ലേ? ഉത്തരായി. ഇനി എന്താ സംഭവിക്കണേ? ഇനി ഇവിടേക്ക് ഹൈഡ്രജൻ വരും, അവിടേക്ക് ഹൈഡ്രജൻ വരും, H ഡോട്ട് വരും. അപ്പൊ നമുക്ക് ഓപ്ഷൻ A കട്ട് ചെയ്യാം, ഓപ്ഷൻ B കട്ട് ചെയ്യാം. സോ കോമ്പറ്റീഷൻ ഈസ് ബിറ്റ്വീൻ ഓപ്ഷൻ C ആൻഡ് ഓപ്ഷൻ D. ഏതായിരിക്കും ആൻസർ? C ആയിരിക്കും, D ആയിരിക്കും? C ആയിരിക്കും, D ആയിരിക്കും?
ശരി, ശ്രദ്ധിച്ചു നോക്ക്. ഡി ആണ്. നോക്ക്. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. ഒന്നുമില്ല, അത് നോക്കി. ഇവിടെ അവിടെ നമ്മൾ സ്റ്റീരിയോ കെമിസ്ട്രി നോക്കി, അവര് കൊടുത്തിരിക്കുന്നത് ഈ ബോണ്ട് അല്ലേ? നോക്ക്, ഈ ബോണ്ടാണ് അവർ കൊടുത്തിരിക്കുന്നത്. ദിസ് ബോണ്ട് അല്ലേ? ഈ ബോണ്ട് അല്ല, ഈ ബോണ്ടാണ്. അപ്പൊ ഇവിടെ ഹൈഡ്രജൻ ടോപ്പിലല്ലേ, അവന് മാറ്റമൊന്നുമില്ലല്ലോ. അപ്പൊ എന്ത് സംഭവിക്കുക? ഇവൻ ഏത് ഫേസ് ആയിരിക്കും? ഉറപ്പായിട്ട് ഇത് ബോട്ടം ഫേസിലായിരിക്കും. ദെൻ COET, അവിടേക്കല്ല ഹൈഡ്രജൻ വരണേ. സോ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ഓക്കെ, ഡി മാറിപ്പോയി. യെസ്, ഓക്കെ. ദെൻ ഓക്കെ, നോ പ്രോബ്ലം. വെരി ഗുഡ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Next question. The major product formed in the following reaction is. Sorry. So the question. Major product formed in the following reaction is. ഇതൊരു നെയിം റിയാക്ഷൻ ആണ്. This is a name reaction. നെയിം റിയാക്ഷനിൽ വരുന്നതാണ്. നെയിം റിയാക്ഷൻ, ഈ ക്വസ്റ്റ്യൻ നെയിം റിയാക്ഷന്റെ പേര് ക്ലെയ്സൺ എസ്റ്റർ കണ്ടൻസേഷൻ അല്ലെങ്കിൽ ക്ലെയ്സൺ കണ്ടൻസേഷൻ എന്ന് പറയും. ക്ലെയ്സൺ കണ്ടൻസേഷന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് നോർമലി ഒരു എസ്റ്റർ ഉണ്ടായിരിക്കും. ആ എസ്റ്ററിന്റെ തൊട്ടടുത്ത കാർബണില് ആൽഫ ഹൈഡ്രജൻ വേണം. ആൽക്കോക്സൈഡ് ബേസസ് വെച്ചിട്ടാണ് നോർമലി ക്ലെയ്സൺ കണ്ടൻസേഷൻ നടക്കുന്നത്. ആൽക്കോക്സൈഡ് ബേസ്. പക്ഷെ അവർ പറയുന്നൊരു കാര്യമുണ്ട്, മിനിമം 2 ആൽഫ ഹൈഡ്രജൻ ഉണ്ടായിരിക്കണം ക്ലെയ്സൺ കണ്ടൻസേഷൻ നടക്കാനായിട്ട്. മിനിമം 2 ആൽഫ ഹൈഡ്രജൻ ഉണ്ടായിരിക്കണം. നെയിം റിയാക്ഷൻസിന്റെ വീഡിയോസ് ആർക്കെങ്കിലും കിട്ടിയിട്ടില്ലെങ്കിൽ മിഥുൻ സാറിന് അത് പറയണേ. ഓക്കെ, മിനിമം 2 ആൽഫ ഹൈഡ്രജൻസ് ഉണ്ടായിരിക്കണം. ഇത് ക്ലെയ്സൺ കണ്ടൻസേഷന്റെ അവസാനം പറയുന്ന ഒരു റിയാക്ഷൻ ആണ്. ഒരു ആൽഫ ഹൈഡ്രജൻ ഉണ്ടെങ്കിലും ഈ ബേസ് വെച്ച് കഴിഞ്ഞാൽ എടുത്ത് പറയുന്നുണ്ട് PH3C-Na+. നമ്മൾ ഈ ഒരു ബേസ് സ്ട്രോങ് ആയിട്ടുള്ള ബേസ് ആണ്, കാർബണിന്റെ ബേസ് ആണ്. ഈ ഒരു ബേസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ക്ലെയ്സൺ കണ്ടൻസേഷൻ നടത്താനായിട്ട് പറ്റും. ഓക്കെ, ഇവിടെ നിങ്ങൾ കണ്ട, ഇവിടെ ഒരു ആൽഫ ഹൈഡ്രജനേ ഉള്ളൂ. ഓൺലി 1. കണ്ട, ഇവിടെ ഈ പോയിന്റിൽ 1 ആൽഫ ഹൈഡ്രജനേ ഉള്ളൂ. പക്ഷെ ആ ഒരു ബേസ് വെച്ചാൽ മാത്രമേ ആ ഒരു കണ്ടൻസേഷൻ റിയാക്ഷൻ നടക്കുള്ളൂ. ആൽക്കോക്സൈഡ് ബേസ് വെച്ചാൽ നടക്കില്ല. ഓക്കെ, അപ്പോ ക്ലെയ്സന്റെ പ്രൊഡക്റ്റ് ആർക്കെങ്കിലും അറിയോ? ക്ലെയ്സന്റെ പ്രൊഡക്റ്റ് എന്താന്നുള്ളത്? ബീറ്റ കീറ്റോ എസ്റ്റർ. ബീറ്റ കീറ്റോ എസ്റ്റർ, ഇതാണ് ക്ലെയ്സന്റെ പ്രൊഡക്റ്റ്. ഉത്തരായോ? ഓപ്ഷൻ സി, ബീറ്റ കീറ്റോ എസ്റ്റർ. കേട്ടോ, നിങ്ങളെ വീഡിയോ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടോളൂ കേട്ടോ. ജസ്റ്റ് ഞാൻ പറഞ്ഞു എന്നുള്ളൂ. ഞാൻ ഒരു നെയിം റിയാക്ഷൻ അവർ ചോദിച്ചു നോക്കൂ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മേജർ പ്രൊഡക്റ്റ് ഫോംഡ് ഇൻ ദ ഫോളോയിങ് റിയാക്ഷൻ ഈസ്. നിങ്ങൾ തന്നെ ഒന്ന് ചെയ്ത് നോക്കട്ടെ, ഉത്തരം വരുമോ നോക്കട്ടെ. ആളറിയാലോ, പരിചയമുണ്ടല്ലോ. ഒന്ന് വരയ്ക്കാട്ടോ, വരച്ച് നോക്കി ചെയ്യുക. ഡബിൾ ബോണ്ട്, ആദ്യം ചെയ്യേണ്ടത് എന്താ, ഇവൻ പോവും, ബ്രോമിൻ, ഇവിടെ റാഡിക്കൽ വരും. അപ്പൊ ഇവിടെ CS ഈ ഗ്രൂപ്പ് ടോപ്പ് ഫേസിലാണ്. ഉടനെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, ഒരു ഓപ്ഷൻ മിസ്സിംഗ് ആണ്, കുഴപ്പമില്ല, നോക്കാം. ഹൈഡ്രജൻ ബോട്ടം ഫേസിലാണ് അല്ലേ. ഇനി എന്താ സംഭവിക്കുന്നത്, സൈക്ലൈസ് ചെയ്യും. സൈക്ലൈസ് ചെയ്യുമ്പോൾ ദേ ഇങ്ങനെ വരും. അപ്പൊ ഹൈഡ്രജൻ ഏത് ഫേസിലായിരിക്കും പറഞ്ഞ, ടോപ്പിലായിരിക്കും ബോട്ടത്തിലായിരിക്കുമോ? ഹൈഡ്രജൻ 6ഉം 5ഉം കണ്ട സിസ്സേ വരുള്ളൂ ജംഗ്ഷൻ കേട്ടോ. 6 and 5 സിസ് ജംഗ്ഷനെ വരുള്ളൂ. ഞാൻ പറഞ്ഞിരുന്നില്ലേ, 6 തൊട്ടാണ് ട്രാൻസ് വരുന്നത്. കാരണം 6 മെമ്പേർഡും 5 മെമ്പേർഡും കൂടി ഫ്യൂസ് ചെയ്യുന്ന സമയത്ത് ട്രാൻസ് ഒരിക്കലും പോകാൻ പറ്റില്ല. താഴത്തെ ഹൈഡ്രജൻ ബോട്ടം ഫേസിലാണ്. പിന്നെ ഞാൻ പറഞ്ഞിരുന്നു സൈക്ലൈസേഷൻ ആണ് റിയാക്ഷൻ, തൊട്ട് മുന്നത്തെ എക്സാമ്പിളിൽ പറഞ്ഞിരുന്നു ഇല്ലേ. അപ്പൊ എന്തായിരിക്കും വരാ, ഇവിടുത്തെ ഹൈഡ്രജൻ ഏത് ഫേസ് ആയിരിക്കും, ബോട്ടം ഫേസ് അല്ലേ. കാരണം ഇത് ടോപ്പിലാണ്, കാരണം സൈക്ലൈസേഷൻ അല്ലേ, സൈക്ലൈസേഷൻ ആണ്. റാഡിക്കൽ ഇങ്ങോട്ട് വന്നു, റാഡിക്കല് ഇനി എന്തായിരിക്കും സംഭവിക്കണ്ടാവുക, ദേ ഇവൻ പോയിട്ട് 1 2 3 4 5 അവിടെ പോയി അറ്റാക്ക് ചെയ്യും. അപ്പോ ദേ റാഡിക്കല് പോയിട്ട് ഇവിടെ അറ്റാക്ക് ചെയ്യും അല്ലേ. എന്നിട്ട് ഇങ്ങോട്ട് വിടും അവനെ. 6ഉം 5ഉം ആണ്. അഗെയിൻ ഇവിടെ യാതൊരു മാറ്റവും ഇല്ല, അത് ടോപ്പ് ഫേസിൽ തന്നെയായിരിക്കും അല്ലേ. ദെൻ അവിടേക്ക് ഹൈഡ്രജൻ വരും. ഉത്തരായില്ലേ ഓപ്ഷന്. ഇത് വളരെ സിമ്പിൾ ആണ്, ജസ്റ്റ് നോക്കുക നിങ്ങൾ എങ്ങനെ പോണേന്നുള്ളത്, അല്ലാതെ വേറെ ഒന്നുമില്ല അതിന്റെ അകത്ത്. ക്വസ്റ്റ്യൻ കാണുമ്പോ നമുക്ക് തോന്നും എന്റെ അമ്മേ എന്താന്നൊക്കെ തോന്നും. ഓക്കെ അല്ലേ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോട്ടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് റിയാക്ഷൻ. Consider the following reaction.
ഏത് ഇന്റർമീഡിയറ്റ് വഴിക്കാണ് പോകുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ത്രൂ വിച്ച് ഇന്റർമീഡിയറ്റ്, ത്രൂ വിച്ച് ഇന്റർമീഡിയറ്റ്. അപ്പൊ അവിടെ പ്രൊഡക്റ്റ് ഒക്കെ തന്നിട്ടുണ്ട് നമുക്ക്. ഏത് ഇന്റർമീഡിയറ്റ് വഴിക്കായിരിക്കും ഈ റിയാക്ഷൻ പോകുന്നുണ്ടായിരിക്കുക? നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും ഏത് ഇന്റർമീഡിയറ്റ് ആണെന്ന്. നമുക്ക് നോക്കാം. ആദ്യം എന്താ തന്നിരിക്കണേ? PHN3 അല്ലേ? PHN ഡബിൾ ബോണ്ട് N ഡബിൾ ബോണ്ട് N, ഇവിടെ പ്ലസ് ഇവിടെ മൈനസ്. ഇതാണ് ഇവന്റെ സ്ട്രക്ചർ. ഇപ്പൊ ഇതിന്റെ റെസൊണൻസ് ഫോം എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ PHN മൈനസ് N പ്ലസ് ട്രിപ്പിൾ ബോണ്ട് N. നമ്മൾ ഇതേപോലെ ഒരു സ്ട്രക്ചർ ഇതിന് മുന്നേ എഴുതിയിരുന്നില്ലേ? ഇതേപോലെ തന്നെ ഒരെണ്ണം CH2N2. ഇവിടെ 2 നൈട്രജൻ ഉണ്ടായിരുന്നുള്ളൂ, ഇവിടെ 3 ഉണ്ട്, അത്രയേ ഉള്ളൂ. അപ്പൊ ഇവൻ പോയിട്ട് എന്ത് ചെയ്യും? ന്യൂക്ലിയോഫൈൽ അല്ലേ? അപ്പോ പോയിട്ട് കീറ്റോണിനെ അറ്റാക്ക് ചെയ്യും. ഉത്തരായിണ്ടാവും. ഇവൻ പോയിട്ട് ഇവൻ അറ്റാക്ക് ചെയ്യും. അപ്പൊ ഈ ബോണ്ട് ഓപ്പൺ ചെയ്യും. അപ്പൊ എന്താ കിട്ടുന്നത് നോക്കിയേ? എന്താ കിട്ടുന്നത്? ഇവിടെ O- വരും. പിന്നെ ഇവിടെ N അല്ലേ? PH, then N പ്ലസ് ട്രിപ്പിൾ ബോണ്ട് N, then അവർ അസിറ്റിക് ആസിഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ O- പ്രോട്ടോണെ ആക്സെപ്റ്റ് ചെയ്യും, അത് OH ആയിട്ട് മാറും. ഒരു കാർബണിൽ തന്നെ സിംഗിൾ ബോണ്ട് ഓക്സിജനും സിംഗിൾ ബോണ്ട് നൈട്രജനും വന്ന് കിടക്കുകയാണ്. ഞാൻ പറഞ്ഞിരുന്നു അൺസ്റ്റേബിൾ ആണ്. അതേപോലെ തന്നെ N2 നിൽക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു N2 ന്യൂട്രൽ ആയിട്ട് പോവാൻ എപ്പോഴും ശ്രമിക്കും. അപ്പൊ എന്താ സംഭവിക്കുക? ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യും. അപ്പൊ ഈ ബോണ്ട് ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യും, നൈട്രജൻ ഇവിടെ നിന്ന് എലിമിനേറ്റ് ചെയ്യും, ആൻഡ് യു വിൽ ഗെറ്റ് ദ പ്രൊഡക്റ്റ്. So answer is option D. Okay ആണോ? അടുത്ത ചോദ്യം. ചിലരുടെ മനസ്സിലൊക്കെ ഇപ്പൊ ഇങ്ങനെ തോന്നുന്നുണ്ടാവേ, ഇതൊക്കെ എങ്ങനെയാ ചെയ്യാൻ പറ്റുക? ഇങ്ങനെ മെക്കാനിസം ഒക്കെ എങ്ങനെ എഴുതാൻ പറ്റുക? എങ്ങനെ എഴുതാൻ പറ്റുക നമുക്ക്? നിങ്ങൾ ഇങ്ങനെ പഠിച്ചിട്ട് എഴുതാൻ പറ്റുമോ? തിയറി മാത്രം പഠിച്ചുകൊണ്ട് എഴുതാൻ പറ്റുമോ? എന്താ തോന്നുന്നത്? തിയറി പഠിക്കണം. എന്തിനാ തിയറി പഠിക്കണേ? എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട്. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ക്വസ്റ്റ്യൻസ് എഴുതി പ്രാക്ടീസ് ചെയ്യണം. വേണ്ടേ? എന്നാലേ നമുക്ക് ഇപ്പൊ നമ്മൾ NBU3SNHന്റെ 3 ചോദ്യം, എനിക്ക് തോന്നുന്നത് 3-4 ചോദ്യം നമ്മൾ ചെയ്തു. ആദ്യത്തെ ചോദ്യത്തിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ? രണ്ടാമത്തെ ചോദ്യത്തിലും ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ? പക്ഷെ 3-4 എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഫ്ലോ അങ്ങോട്ട് വരും. ബ്രെയിൻ അങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കും. NMRന്റെ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് അതുപോലെ തന്നെയാണ്. നമുക്ക് തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടോ? കുറച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ചിന്തിക്കുമോ CS3 3.8 വന്നു, α2 CO 1.9 ആണ്, ബെൻസൈലിക് പൊസിഷൻ 2.5 ആണ്. അത് അങ്ങനെ കിട്ടും, ഒരു പിക്ചർ പോലെ വരും. അങ്ങനെ എന്നാലേ നമുക്ക് എക്സാമിനേഷന് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ, എക്സാമിനേഷൻ സക്സസ് ആവാൻ പറ്റും. മനസ്സിലായോ? തിയറി നമ്മുടെ കുട്ടികളുടെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിയറി ഇരുന്ന് പഠിച്ച് ഇങ്ങനെ ഇരിക്കും. നോട്ട്സ് കണ്ടമാനം കളക്ട് ചെയ്യും. എന്ത് കാര്യം? നോട്ട്സ് വേണ്ടാന്നല്ല, നോട്ട്സ് വേണം. പക്ഷെ അത് കയ്യിൽ വെച്ചിട്ട് എന്താ കാര്യം? എന്തെങ്കിലും ഗുണമുണ്ടോ പരീക്ഷ പാസ്സാവാണ്ട്? നോട്ട്സ് വേണം, പക്ഷെ അത് എന്തിനു വേണ്ടിയിട്ട്? റെഫറൻസിന് വേണ്ടി മാത്രം. മനസ്സിലായോ? പ്രോബ്ലം എടുക്കുക, പ്രാക്ടീസ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി നോക്കുക. നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ക്ലേസൻ കണ്ടൻസേഷൻ ആണ് അവിടെ വരുന്നത് എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഒരു ക്ലേസൻ കണ്ടൻസേഷനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും നമ്മളത് നോട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ് ഓൾറെഡി ഇവിടെ ഇന്ന ക്ലാസ്സിൽ ഇന്ന ബുക്കിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ റെഫറൻസ് എടുത്ത് നോക്കും.
ഓ ഇങ്ങനെയാണല്ലോ, ഈ രീതിയിലാണ്. പിന്നെ നോട്ട്സിന്റെ ഒരു ഗുണം എന്താ, നമ്മൾ എഴുതിയിട്ടുള്ള നോട്ട്സ് എപ്പോഴും നമുക്ക് കുറച്ചും കൂടി ബെറ്റർ, നമുക്ക് നമ്മുടെ ബ്രെയിനിൽ എപ്പോഴും നമുക്ക് അറിയാലോ. ഇപ്പൊ നമ്മളൊരു വേറൊരു കുട്ടിയുടെ നോട്ട്സ് എടുത്ത് വായിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒട്ടും ഒരു സുഖകരമായിട്ട് തോന്നില്ല. നമ്മുടെ നോട്ടാണ് നമുക്ക് ഏറ്റവും, അല്ലേ? അതൊക്കെ ഒരു സൈക്കോളജിക്കൽ ഇതാണ്. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും പറയും, ക്ലാസ് നിങ്ങൾ ഓൺലൈൻ ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങൾ നോട്ട് എഴുതാൻ പറയും എപ്പോഴും. അപ്പൊ നിങ്ങളെ ക്ലാസ് കേട്ടു, നിങ്ങൾ നോട്ടൊന്നും എഴുതിയില്ല, വേറെ കുട്ടിയുടെ നോട്ട് എഴുതി, ആ നോട്ട് നിങ്ങൾ ഫോട്ടോസ്റ്റാറ്റ് എടുക്കുക അല്ലെങ്കിൽ സ്കാൻ ചെയ്ത് നിങ്ങളുടെ കയ്യിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഗുണം ഉണ്ടാവില്ല, ഒരിക്കലും ഗുണം ഉണ്ടാവില്ല. മനസ്സിലാവുന്നുണ്ട്? നമ്മളാണ് നോട്ട് എഴുതി വെച്ചിട്ടുള്ളതെങ്കിൽ അതൊക്കെ നമ്മുടെ ബ്രെയിനിൽ കയറുന്നുണ്ട്, നമ്മൾ അറിയാതെ തന്നെ ഓട്ടോമാറ്റിക്കലി കയറുന്നുണ്ട്. പിന്നെ അത് റീകളക്ട് ചെയ്ത് വരാണ് ചെയ്യേണ്ടത്, നമ്മൾ എടുക്കേണ്ടത്. അത്രയും പവർഫുൾ ആണ് നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 64. വളരെ സിമ്പിൾ ആയിട്ട് ഒരു ഇലക്ട്രോഫൈൽ ന്യൂക്ലിയോഫൈൽ റിയാക്ഷൻ ആണ്. ഇലക്ട്രോഫൈൽ ന്യൂക്ലിയോഫൈൽ റിയാക്ഷൻ നോക്കാം. അവരെന്തൊക്കെ തന്നിട്ടുണ്ട്? ബെൻസോയിക് ആസിഡ് തന്നിട്ടുണ്ട്, ഒരു ബേസ് തന്നിട്ടുണ്ട്, ഒരു ഇലക്ട്രോഫൈൽ അപ്പുറത്ത് തന്നിട്ടുണ്ട്, COCl-ഉം Me-യും. ഇതാണ് ഫസ്റ്റ് അവർ നമുക്ക് തന്നിരിക്കുന്നത്. എന്തായിരിക്കും ചെയ്യാൻ സാധ്യത ഇവിടെ? ബേസ് എന്താ ചെയ്യുക? ബേസ് ആസിഡിനെ കണ്ട് എന്താ ചെയ്യുക? പ്രോട്ടോൺ എടുക്കും, അല്ലേ? പ്രോട്ടോൺ അബ്സ്ട്രാക്ട് ചെയ്യും. അപ്പൊ ബേസ് ആസിഡിൽ നിന്ന് പ്രോട്ടോണിനെ അബ്സ്ട്രാക്ട് ചെയ്ത് O- ആക്കും. ഇനി ഇവിടെ C⋅O Cl ഉണ്ട്, OMe ഉണ്ട്. അപ്പൊ ഇവൻ പോയിട്ട് ഈ കാർബൺ അറ്റാക്ക് ചെയ്യും. അപ്പൊ ഈ ബോണ്ട് ഓപ്പൺ ചെയ്യും, തിരിച്ച് ആ ബോണ്ട്, ഞാൻ പറഞ്ഞില്ല അത് അൺസ്റ്റേബിൾ ആയതുകൊണ്ട് തിരിച്ചു വരും. അപ്പൊ ഞാൻ ഇവിടെ ബെറ്റർ ലീവിംഗ് ഗ്രൂപ്പ് ക്ലോറിൻ ആണ്. Cl is the better leaving group, അല്ലേ? അപ്പൊ അവിടുന്ന് ക്ലോറിൻ എലിമിനേറ്റ് ചെയ്യും. ക്ലോറിൻ എലിമിനേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവിടെ കിട്ടണത് എന്തായിരിക്കും? നമുക്ക് ഓപ്ഷൻ A കട്ട് ചെയ്യാം, ഓപ്ഷൻ C കട്ട് ചെയ്യാം, അല്ലേ? ഇങ്ങനെയാണ് വരുന്നത്. ഇനി അപ്പൊ നമ്മുടെ കയ്യിൽ ഇപ്പൊ ഇയാളാണുള്ളത്, C6H5 C⋅O C⋅O ഇതിലേക്ക് ഇനി വരാൻ പോണ ആളാരാ? RNH2 എന്തെങ്കിലും ആവട്ടെ, അപ്പുറത്തെ സൈക്ലോഹെക്സൈൻ ഗ്രൂപ്പ് ആണ്. ദിസ് ഈസ് എ ന്യൂക്ലിയോഫൈൽ, ദിസ് ഈസ് എൻ ഇലക്ട്രോഫൈൽ. അപ്പൊ ഇവിടെ രണ്ട് പൊസിഷൻ ഉണ്ട്, ഒന്ന് ഈ പൊസിഷൻ, ഒന്ന് ഈ പൊസിഷൻ, ഒന്ന് ഈ പൊസിഷൻ. എവിടെയായിരിക്കും ആ ഇലക്ട്രോഫൈൽ പോയിട്ട് അറ്റാക്ക് ചെയ്യുക? ഏത് കാർബണിലായിരിക്കും ആ ഇലക്ട്രോഫൈൽ പോയി അറ്റാക്ക് ചെയ്യുക? വിച്ച് കാർബൺ? ഏത് കാർബണിലായിരിക്കും ആ ഇലക്ട്രോഫൈൽ പോയിട്ട് അറ്റാക്ക് ചെയ്യുക? വിച്ച് കാർബൺ ഈസ് മോർ ഇലക്ട്രോൺ? സോറി, ക്ലോറിൻ അല്ല പോവാ, ക്ലോറിൻ അല്ല പോവാ, OMe ആണ് കേട്ടത്. വീണ്ടും ഞാൻ ഇവിടെ തെറ്റിച്ചു, OMe ആണ്. അപ്പൊ നമുക്ക് എന്താ ചെയ്യണേ? ഓപ്ഷൻ B കട്ട് ചെയ്യാം, ഓപ്ഷൻ D കട്ട് ചെയ്യാം. ഓക്കെ, അപ്പോ എയിലായിരിക്കോ അറ്റാക്ക് ചെയ്യുക, ബിയിലായിരിക്കോ അറ്റാക്ക് ചെയ്യുക? സോ വിച്ച് ഈസ് മോർ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ്? ഏതാണോ മോർ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് അവിടെ പോയി അറ്റാക്ക് ചെയ്യും. ഏതായിരിക്കും മോർ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ്? നിങ്ങൾ നോക്കിയേ, A ആയിരിക്കോ B ആയിരിക്കോ? ദാറ്റ് ഈസ് ദ ആൻസർ. ഏതായിരിക്കും മോർ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ്? A അല്ലേ? കാരണം ഇവിടെ ഈ ഓക്സിജന്റെ റെസണൻസ് ഉണ്ട്, ഈ ഓക്സിജന്റെ റെസണൻസും ഉണ്ട്. ഓക്കെ, അപ്പൊ എയില് ഈ ഓക്സിജന്റെ മാത്രമേ ഉള്ളൂ, പിന്നെ PH ആണ്. അപ്പൊ അതുകൊണ്ട് എയിലായിരിക്കും പോയിട്ട് അറ്റാക്ക് ചെയ്യുക. ഓക്കെ, എയിൽ അറ്റാക്ക്. അപ്പൊ എയിൽ അറ്റാക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ ബോണ്ട് പൊട്ടിപ്പോവും. ആൻസർ വിൽ ബി ഓപ്ഷൻ A, അല്ലേ?
ഓക്കെ ആണോ? അടുത്ത ചോദ്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ പറഞ്ഞതാണ്, ആർക്കെങ്കിലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന റിയാക്ഷൻ. ഓർമ്മയുണ്ടോ? ആദ്യത്തെ ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞു എന്നാണ് എനിക്കിത് ഓർമ്മ. ഓർത്തോമെറ്റലേഷൻ പറഞ്ഞിരുന്നോ? DMG ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട്, ഡയറക്റ്റ് മെറ്റിലേറ്റിംഗ് ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിന്റെ തൊട്ടടുത്ത പൊസിഷനിൽ ഇലക്ട്രോഫൈലിനെ കൊണ്ടുവരുന്നത് അരോമാറ്റിക് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ അറ്റ് particularly at ortho position of ഡയറക്റ്റ് മെറ്റിലേറ്റിംഗ് ഗ്രൂപ്പ്. ഡയറക്റ്റ് മെറ്റിലേറ്റിംഗ് ഗ്രൂപ്പിന്റെ പ്രത്യേകത, അതിൻ്റെ അകത്ത് എന്തുണ്ടായിരിക്കും? ഹെറ്ററോ ആറ്റം ഉണ്ടായിരിക്കും കീലേഷന് വേണ്ടിയിട്ട്, ഇല്ലേ? ഹെറ്ററോ ആറ്റം. അപ്പൊ ഇതാണ് DMG ഗ്രൂപ്പ്. ദിസ് ഈസ് ദ DMG ഗ്രൂപ്പ്. ഇലക്ട്രോഫൈൽ ഏതാ? CO2. ആൻസർ ഏതാ? ഏതായിരിക്കും ആൻസർ? ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഒരിക്കലും സ്റ്റെറിക്കലി ക്രൗഡഡ് സൈഡിൽ നടക്കില്ല കേട്ടോ. സോ ആൻസർ വിൽ ബി ഓപ്ഷൻ സി. ഞാൻ ഡി ഓപ്ഷൻ അല്ലാത്തതുകൊണ്ട് തരാതിരുന്നു. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ചെറിയൊരു തിരുത്തുണ്ട്. ഇവിടെ COOH ഗ്രൂപ്പ് ആണ്. ഹിയർ COOH ഗ്രൂപ്പ്. ദെൻ റിയേജന്റ് എന്ന് പറയുന്നത് NaNH2 അല്ല. റിയേജന്റ് ഈസ് സോഡിയം ലിക്വിഡ് അമോണിയ ആൻഡ് എത്തനോൾ. ഇതാണ് റിയേജന്റ് കേട്ടോ. അത് ഓപ്ഷൻ മാറിപ്പോയതാണ്. സോ ദിസ് ഈസ് ദ ക്വസ്റ്റ്യൻ. സോ സോഡിയം ലിക്വിഡ് അമോണിയ എത്തനോളിന്റെ പ്രത്യേകത എന്താ? അതൊരു ബിർച്ച് റിഡക്ഷൻ നടത്തുന്ന റിയേജന്റ് ആണ്. ബിർച്ച് റിഡക്ഷൻ അല്ലേ? ബിർച്ച് റിഡക്ഷൻ. അത് മാത്രമല്ല, C∼ അവൻ എന്താക്കി മാറ്റും? C∼C ആക്കി മാറ്റും. അതും ചെയ്യുന്നുണ്ട്. ട്രാൻസ് ആൽക്കീനാക്കി മാറ്റും. ആൽക്കൈനെ ട്രാൻസ് ആൽക്കീനാക്കി മാറ്റും കേട്ടോ. അതും ഈ റിയേജന്റെ പ്രത്യേകതയാണ്. ബിർച്ച് റിഡക്ഷനും ഉണ്ട്. അതേപോലെ തന്നെ ആൽക്കൈൻ എന്താക്കി മാറ്റും? ട്രാൻസ് ആൽക്കീനാക്കി മാറ്റും. അപ്പോ ഇവിടെ ഗ്രൂപ്പ് ഏതാ ഗ്രൂപ്പ് എന്ന് നോക്കിയേ? ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആണ്. അപ്പൊ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പിന് എങ്ങനെ വരണം? ഇങ്ങനെ വരണ്ടേ? അതിനല്ലേ പ്രിഫറൻസ്. ഇനി അതിനുശേഷം പിന്നെ ഇവിടെ കൈനാണ്. അപ്പൊ അതെന്തായി മാറും? ട്രാൻസ് ആൽക്കീൻ ആയിട്ട് മാറും. സോ ആൻസർ ഈസ് ഓപ്ഷൻ എ. അത് COH ആണ് കേട്ടോ എല്ലായിടത്തും കേട്ടോ. ഓപ്ഷൻ എ. ആൽക്കൈൻ്റെ സിസ് ആൽക്കീൻ ഏതാ? ലിൻലാർ കാറ്റലിസ്റ്റ് കേട്ടോ. ലിൻലാർ കാറ്റലിസ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
നെക്സ്റ്റ്. യെസ്, ഇതിൻ്റെ അകത്ത് രണ്ട് റിയാക്ഷൻസ് ഉണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ എടുത്തത് കേട്ടോ. ഇത് ഞാൻ പറഞ്ഞില്ല, ഒറ്റ ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാതെ ഓരോ എക്സാമിനേഷന്റെ നേച്ചർ അനുസരിച്ചിട്ടാണ് വരിക. അപ്പോൾ അത് ഞാൻ നിങ്ങൾ പറഞ്ഞു, നെറ്റ് ആണെങ്കിൽ ഇതേപോലത്തെ ചോദ്യം വരും, സെറ്റ് ആണെങ്കിൽ ഇതിൽ നിന്ന് ഒരു പാർട്ട് വരാം, PSC ആണെങ്കിലും ഒരെണ്ണം ചോദിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 3 എണ്ണം തന്നാൽ പോലും നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് അതിനെ കാണുക ക്വസ്റ്റിന് കേട്ടോ. ഓക്കെ, പിന്നെ എപ്പോഴും പരീക്ഷ എഴുതുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഏത് പരീക്ഷയാണെങ്കിലും ഫസ്റ്റത്തെ റൗണ്ട് അറിയാവുന്ന ക്വസ്റ്റ്യൻസുകൾ മാത്രം എഴുതാം. ഇപ്പൊ 100 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ആ 100 ക്വസ്റ്റ്യനും നിങ്ങൾ ഫസ്റ്റ് റൗണ്ടിൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ആ പോകുന്ന റൂട്ടില് നമ്മൾ 2 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആദ്യം നമ്മൾ എഴുതുക, കോൺഫിഡന്റ് ആയിട്ട് ഉറപ്പുള്ള ക്വസ്റ്റ്യൻസ് ആദ്യം എഴുതുക, ടൈം വേണ്ട ക്വസ്റ്റ്യൻസ് മാർക്ക് ചെയ്യുക. മനസ്സിലായോ? രണ്ടാമത്തെ റൗണ്ടിൽ എന്ത് ചെയ്യണം? നമുക്ക് ടൈം വേണ്ട ക്വസ്റ്റ്യൻസ്, നമുക്ക് ഉത്തരം കിട്ടുമെന്ന് ഉറപ്പുള്ള ടൈം വേണ്ട ക്വസ്റ്റ്യൻസ് എഴുതുക. അതിനുശേഷമാണ് പിന്നെ നമ്മൾ ആലോചിക്കേണ്ടത് ഇതെങ്ങനെയാണ് അതങ്ങനെയാണ്. അല്ലാതെ നിങ്ങൾ ആദ്യം തന്നെ ഇരിക്കരുത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അതിങ്ങനെ വരാം അങ്ങനെ വരാം അങ്ങനെ ഇരിക്കരുത്. സ്ട്രോങ് നമ്മുടെ മുന്നിൽ ഇപ്പൊ ചില പരീക്ഷയ്ക്ക് ഓപ്ഷൻസ് ഉണ്ട്, ചില പരീക്ഷയ്ക്ക് ഓപ്ഷൻസ് ഉണ്ടാവില്ല. അപ്പൊ ചില പരീക്ഷയ്ക്ക് നെഗറ്റീവ് മാർക്ക് ഉണ്ട്, ചിലതിന് ഉണ്ടാവില്ല. അപ്പൊ അതെല്ലാത്തിന്റെ കേസ്, ഏതിന്റെ കേസ് ആണെങ്കിലും നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്ക് ഇല്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഇരിക്കരുത്. അപ്പോഴും നമ്മൾ ചെയ്യണ കാര്യം തെറ്റാണ്. അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് റൗണ്ടിൽ കഴിഞ്ഞിരിക്കണം കേട്ടോ, മാക്സിമം കഴിഞ്ഞിരിക്കണം. സമയം ഒരിക്കലും വെറുതെ അറിയാത്തതിനെ ആലോചിച്ച് കളയരുത്. യെസ്, ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ? ആദ്യത്തെ സ്റ്റെപ്പ് എന്താ? LDA എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം അവർ തന്നിട്ടുണ്ട്. വാട്ട് ഈസ് LDA? എന്താണ് LDA എന്ന് പറഞ്ഞ? LDA എന്ന് പറഞ്ഞ ഒരു കാര്യം മാത്രം നിങ്ങൾ ആലോചിക്കേണ്ട കാര്യമുള്ളൂ. LDA ഈസ് എ ക്രൗഡഡ് ബേസ് ഡീപ്രോട്ടോണേറ്റ്സ് ഫ്രം സ്റ്റെറിക്കലി ഫ്രീ സൈഡ്. അത്രയേ ഉള്ളൂ. എന്താണ് LDA? മനസ്സിലായോ? എന്താ LDA എന്ന് പറഞ്ഞാൽ? ലിഥിയം ഡൈ ഐസോപ്രൊപ്പൈൽ അമൈഡ്. ഇറ്റ് ഈസ് എ സ്റ്റെറിക്കലി ക്രൗഡഡ് ബേസ്. അതൊരു സ്റ്റെറിക്കലി ക്രൗഡഡ് ആയിട്ടുള്ള ഒരു ബേസ് ആണ്. സോ ഡീപ്രോട്ടോണേറ്റ്സ് ഫ്രം സ്റ്റെറിക്കലി ഫ്രീ സൈഡ്. ഡീപ്രോട്ടോണേറ്റ്സ് ഫ്രം സ്റ്റെറിക്കലി ഫ്രീ സൈഡ്. ഇവിടെ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പൊ ഏതെങ്കിലും ഒരു സൈഡ്. രണ്ടാമത്തെ ഒരു ഇലക്ട്രോഫൈൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്ത് സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാല് ഈ ന്യൂക്ലിയോഫൈൽ പോയിട്ട് ആ ഇലക്ട്രോഫൈലിനെ അറ്റാക്ക് ചെയ്യും. CH2 ഡബിൾ ബോണ്ട് CH2Br. അപ്പൊ ഇവൻ പോയിട്ട് ആ ഇലക്ട്രോഫൈലിനെ അറ്റാക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അവിടെ CH2 ഡബിൾ ബോണ്ട് CH2 കിട്ടും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഓപ്ഷൻ B കട്ട് ചെയ്യാം, ഓപ്ഷൻ C കട്ട് ചെയ്യാം, ഓപ്ഷൻ D കട്ട് ചെയ്യാം. ഉത്തരായി ഓപ്ഷൻ A. പക്ഷെ നമുക്ക് അടുത്ത സ്റ്റെപ്പ് ഒക്കെ നോക്കാം എന്താന്നുള്ളത്. അപ്പൊ എന്താ സംഭവിച്ചിരിക്കണേ? നമുക്ക് അവിടെ ഫസ്റ്റ് കിട്ടിയിരിക്കണത് എന്താ? ഡബിൾ ബോണ്ട് O, ദെൻ CH2 CH ഡബിൾ ബോണ്ട് CH2. ഇതാണ് നമുക്ക് ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു ആളെ നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. പലേഡിയം ക്ലോറൈഡ് O2CuCl. പലേഡിയം ക്ലോറൈഡ് O2CuCl വിത്ത് ആൽക്കീൻ. നിങ്ങൾ ഇനോർഗാനിക് കെമിസ്ട്രിയിലും പഠിക്കുന്നതാണ്. ദിസ് ഈസ് കോൾഡ് വെയ്ക്കർ ഓക്സിഡേഷൻ. വെയ്ക്കർ ഓക്സിഡേഷൻ. ആൽക്കീനിനെ കാർബോണിൽ ഗ്രൂപ്പ് ആക്കുന്നതാണ് വെയ്ക്കർ ഓക്സിഡേഷൻ. ആൽക്കീനിനെ ഓക്സിഡൈസ് ചെയ്തിട്ട് കാർബോണിൽ ഗ്രൂപ്പ് ആക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇങ്ങനെയാണ് കിടക്കുന്നത്, CH ഡബിൾ ബോണ്ട് CH2. ഏത് കാർബണെ ആയിരിക്കും അവൻ ഓക്സിഡൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ളത്. അതായത് ഈ കാർബണെയാണ് ഓക്സിഡൈസ് ചെയ്യുന്നതെങ്കിൽ കീറ്റോണും, ഈ കാർബണെയാണ് ഓക്സിഡൈസ് ചെയ്യുന്നതെങ്കിൽ ആൽഡിഹൈഡ് ആണ് കിട്ടുക. എപ്പോഴും ബേക്കർ ഓക്സിഡേഷൻ നടക്കുന്നത് എവിടെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റേണൽ ആയിരിക്കും. മനസ്സിലായോ? ഇന്റേണൽ ആൽക്കീനിലായിരിക്കും, ടെർമിനലിലല്ല. സോ അല്ലെങ്കിൽ മോർ സബ്സ്റ്റിറ്റ്യൂട്ടഡിലായിരിക്കും, എങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് അവിടെ കിട്ടണത് എന്തായിരിക്കും? യു ആർ ഗെറ്റിംഗ് ഇവിടെ ഡബിൾ ബോണ്ട് O, then CH2, then C ഡബിൾ ബോണ്ട് O, then CH3. ഇതാണ് കിട്ടുക രണ്ടാമത്തെ. നെക്സ്റ്റ് എന്താ അവർ കൊടുത്തിരിക്കണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു പ്രൊഡക്റ്റ് അവർ നമുക്ക് തന്നിട്ടുണ്ട്. ഓൾറെഡി പ്രൊഡക്റ്റ് തന്നിട്ടുണ്ട്, വേറെ ഒന്നുമില്ല. എന്താ ഒരു ചോദിച്ചിട്ട് AMB എന്തിനാണ് ഈ റിയാക്ഷൻ തന്നിരിക്കുന്നത്? ഓക്കെ, കുഴപ്പമില്ല.
പ്രൊഡക്റ്റ് ഒക്കെ അവർ നമുക്ക് തന്നിട്ടുണ്ട്. അവിടെ ഒരു ബേസ് അവർ തന്നിട്ടുണ്ട്, ഹൈഡ്രോളിസിസ് തന്നിട്ടുണ്ട്. ആർക്കെങ്കിലും റിയാക്ഷൻ അറിയോ എന്താന്ന്? അതായത് ഇതിൽ നിന്ന് ഇതിലോട്ട് വരണം. വെരി വെരി ഫേമസ് റിയാക്ഷൻ. റിയാക്ഷൻ ഈസ് ആൾഡോൾ കണ്ടൻസേഷൻ. കേട്ടോ, ആൾഡോൾ കണ്ടൻസേഷൻ. എന്ത് ആൾഡോൾ ആണ്? ഇൻട്രാമോളിക്കുലർ ആൾഡോൾ അല്ലേ? നോക്കിയേ, ആൾഡോൾ ആണ്. ആൾഡോൾ കണ്ടൻസേഷൻ. ഓക്കെ, നോട്ട് ചെയ്ത് വെക്കുക റിയാക്ഷൻസ് കേട്ടോ. ആൾഡോൾ കണ്ടൻസേഷൻ. അതാണ് ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് കീറ്റോൺ അവിടെ കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ ഇൻട്രാമോളിക്കുലർ ആൾഡോളിന്റെ എക്സാമ്പിൾ എടുത്ത് നോക്കിക്കോ. ഓക്കെ, ഫ്രീ ടൈം ഒക്കെ കിട്ടുമ്പോൾ വീഡിയോസ് ഒക്കെ ഇരുന്ന് കാണുക കേട്ടോ. ഒരു ബേസ് കിട്ടും. ബാക്കി നമുക്ക് നെക്സ്റ്റ് കണ്ടിന്യൂ ചെയ്യാം നെക്സ്റ്റ് ക്ലാസ്സിൽ. ഓക്കെ, താങ്ക് യു.